ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് ലോകം മുഴുവൻ കണ്ടതാണ്. ഈ ഒരൊറ്റ നീക്കത്തിലൂടെ ലോകം മുഴുവൻ ഇന്ത്യയുടെ സൈനിക ശക്തി അംഗീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ വ്യോമസേനയായിരുന്നു ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ചത്. അതിൽ തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് നമുക്ക് നൂതനമായ റഫേൽ വിമാനങ്ങളും ഒപ്പം സുഖോയും പ്രച്ഛന്ത് ഹെലികോപ്റ്ററുകളും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ വിമാനങ്ങളെ 5ാം തലമുറ എന്ന് പറയാൻ പറ്റില്ല. അതിന് തൊട്ട് താഴെയാണ്. 4.5 എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്നാൽ നമ്മുടെ അയൽരാജ്യമായ ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ 2 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളുണ്ട്, J-35ഉം J-20യും. ടെക്നോളജിയിലും കരുത്തിലും പുതിയ JF-35 അമേരിക്കയുടെ F-35ഓളം വരില്ലെങ്കിലും F-22നേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ കുറവ് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. പണ്ട് റഷ്യയുടെ കയ്യിൽ നിന്നും സുഖോയും മിറാഷും ഒക്കെ നമ്മൾ വാങ്ങിയിരുന്നെങ്കിലും 5ാം തലമുറയിൽപ്പെട്ട സുഖോയ് 57 നമ്മൾ ഇതുവരെയും വാങ്ങിയിട്ടില്ല. ഇന്ത്യ ഇപ്പോൾ തന്നെ 4.5 തലമുറയിൽപ്പെട്ട തേജസ് വിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ റഫേലിനെ വെച്ച് നോക്കിയാൽ വലിപ്പത്തിലും കരുത്തിലും ചെറുതും ഒറ്റ എഞ്ചിനിൽ പ്രവർത്തിക്കുന്നതുമാണ്. ഇനി ഇന്ത്യ റഷ്യ സഹകരണത്തോടെ നിർമ്മിക്കുന്ന സുഖോയ് Su-30 MKയുടെ കാര്യമെടുത്താൽ അതും റഫാലിനെ പോലെ 4.5 തലമുറയിൽപ്പെട്ടതാണെങ്കിലും താരതമ്യേന ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചതും പ്രധാനമായും വായുവിൽ നിന്ന് കരയിലേക്ക് ആക്രമണം നടത്തുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ റഫേലുകൾക്ക് വായുവിൽ നിന്ന് മറ്റു വിമാനങ്ങളെയും അതുപോലെ കരയിലേക്ക് ആക്രമണം നടത്താൻ കഴിയും. പക്ഷേ ഇന്ത്യയുടെ കയ്യിലുള്ള ഒരു എയർക്രാഫ്റ്റിനും റഡാറുകളുടെ കണ്ണുവെട്ടിക്കുന്നതടക്കമുള്ള സ്റ്റെൽത്ത് കേപ്പബിലിറ്റി മുഴുവനായും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഈ കഴിവാണ് 5ാം തലമുറ വിമാനങ്ങളുടെ മുഖ്യ ആകർഷണവും. ഈ ഒരു കുറവ് നികത്തുന്നതിനായി 5ാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നിർമ്മിച്ചു വരികയാണ് ഇന്ത്യ. ഇത് 2027 കൂടി ഇറങ്ങുന്നതോടെ കരുത്തിലും സാങ്കേതികവിദ്യയിലും അമേരിക്കയുടെ F-35നെ തന്നെ കടത്തിവിട്ടും. ഈ എയർക്രാഫ്റ്റുകളെ നമുക്ക് 5.5 തലമുറയിൽപ്പെട്ടവ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് നിർമ്മിക്കുന്നത് റഷ്യയുടെ സുഖോയുമായി സഹകരിച്ച് നമ്മുടെ HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഈ വിമാനം ഇപ്പോൾ അറിയപ്പെടുന്നത് HAL AMCA അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നാണ്. ഈ എയർക്രാഫ്റ്റിന്റെ ഡിസൈൻ ഉണ്ടാക്കിയത് ഇന്ത്യയിലെ തന്നെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ്. 9ഓളം ഡിസൈൻ ഇവർ ഉണ്ടാക്കിയെങ്കിലും 2016 അതിലൊന്ന് ഇന്ത്യൻ എയർഫോഴ്സ് തിരഞ്ഞെടുക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പാകത്തിൽ എത്തി നിൽക്കുന്നത്. ഈ AMCA പുറത്തിറങ്ങുന്നതോടെ നിലവിൽ HALഉം സുഖോയും കൂടി നിർമ്മിക്കുന്ന സുഖോയ് Su-30 MKI നിർമ്മാണം നിർത്തുകയും ചെയ്യും. ഇനി AMCAയുടെ കഴിവുകളെക്കുറിച്ച് ഒന്ന് ഓടിച്ചു പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളെക്കാൾ സാങ്കേതികവിദ്യയിൽ മുന്നിലാണെന്ന്. ഇതിന്റെ കഴിവുകൾ ഏതാണ്ട് 6ാം തലമുറയുടെ അടുത്തെത്തും. 2 വ്യത്യസ്ത വേരിയന്റുകളിലായി 2 തരം എയർക്രാഫ്റ്റുകളാണ് നിർമ്മിക്കുന്നത്, മാർക്ക് 1ഉം മാർക്ക് 2ഉം. ഇതിൽ മാർക്ക് 2 6ാം തലമുറയോട് കിടപിടിക്കുന്നതാണ്. ഇവ രണ്ടിലും റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രോസ് സെക്ഷൻ ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ 2 വാലുകളും ഉണ്ടായിരിക്കും, അതായത് F-35 മാതൃകയിൽ. ഈ എയർക്രാഫ്റ്റിനുള്ളിലേക്കുള്ള വായുവിന്റെ പ്രവേശനം S ആകൃതിയിലുള്ള വാൽവ് വഴിയായതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ എഞ്ചിൻ ഫാൻ ബ്ലേഡ് റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അമേരിക്കയുടെ 5ാം തലമുറയിൽപ്പെട്ട 2ാമത്തെ വിമാനമായ F-16 പോലും ഇത്തരത്തിലുള്ള കഴിവില്ല. ഇനി 5 ഒപ്റ്റിക് എന്ന പുതിയ സാങ്കേതികവിദ്യ വിവിധ തരം സെൻസറുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളുടെ ഉപയോഗം ഗണ്യമായി കുറച്ചു. ഇത് എയർക്രാഫ്റ്റിന്റെ ഭാരം നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിച്ചു. ഈ എയർക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉത്തം AESA റഡാർ സിസ്റ്റമാണ്. ഇവയുടെ നിർമ്മാണത്തിന് പിന്നിൽ നമ്മുടെ DRDO തന്നെയാണ്. നമ്മുടെ തന്നെ തേജസ് വിമാനങ്ങളിൽ ഉപയോഗിച്ച് കഴിവ് തെളിയിച്ചതാണിത്. ഇതിന്റെ ഏറ്റവും പുതിയ വകഭേദമാണ് AMCAകളിൽ ഉപയോഗിക്കുക. ഇനി എഞ്ചിന്റെ കാര്യമെടുത്താൽ, ആദ്യ വകഭേദമായ മാർക്ക് 1ൽ 90 കിലോന്യൂട്ടൺ പവറുള്ള ജനറൽ ഇലക്ട്രിക്കിന്റെ 2 F-414 എഞ്ചിനുകളും മാർക്ക് 2ൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 110 കിലോന്യൂട്ടൺ കരുത്തുള്ള 2 എഞ്ചിനുകളുമായിരിക്കും ഉണ്ടാവുക. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത വേഗതയായിരിക്കും. കൂടിയ വേഗത മാക് 2.14 ആയിരിക്കും. ഇത് അമേരിക്കയുടെ F-35ഉം ചൈനയുടെ J-35നേക്കാളും കൂടുതലാണ്. ഇവയ്ക്ക് യഥാക്രമം മാക് 1.8ഉം മാക് 2ഉമാണ് വേഗത. ഇനി നമ്മുടെ എയർക്രാഫ്റ്റുകൾക്ക് 65,000 അടി ഉയരത്തിൽ പറക്കാനുള്ള കഴിവുകളുണ്ടായിരിക്കും. അമേരിക്കയുടെ F-35നും ചൈനയുടെ J-35നും 50,000 പരമാവധി ഉയരപരിധി. ഒറ്റ പ്രാവശ്യം ഇന്ധനം നിറച്ചാൽ ആയുധങ്ങൾ വഹിക്കാതെ 5000 കിലോമീറ്ററും ആയുധത്തോടു കൂടി 1600 കിലോമീറ്ററുകളും പറക്കാൻ കഴിവുണ്ട്. F-35നും J-35നും അതിന്റെ പകുതിയേ വരൂ.
ആയുധശേഷി F-35നോടും J-35നോടും ഒപ്പത്തിനൊപ്പം നിൽക്കുകയും ചെയ്യും. ഏതാണ്ട് 15,000 LBS. ഇന്ത്യയുടെ അതിനൂതനമായ ഏതാണ്ട് എല്ലാ മിസൈലുകളും ഇതിൽ ഘടിപ്പിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവ കൂടി നമ്മുടെ വ്യോമസേനയിൽ എത്തുന്നതോടെ തൽക്കാലത്തേക്ക് പാകിസ്ഥാൻ മാത്രമല്ല ചൈന പോലും ഇന്ത്യയോട് മുട്ടാൻ ഒന്ന് മടിക്കും എന്നർത്ഥം.